പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ റെസ്പോൺസിബിൾ പാരൻറ്റിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അമൂൽ ബേബി എന്നൊരു പ്രയോഗം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒന്നിനെക്കുറിച്ചും കൃത്യമായ അറിവോ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയോ തൻ്റേതായ നിലപാടുകളോ തീരുമാനങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് കുട്ടികളുടെ മാത്രം പ്രത്യേകതയല്ല, ചിലപ്പോൾ മുതിർന്നവരിലും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം. എങ്ങനെ ഇത്തരം സ്വഭാവം രൂപപ്പെടുന്നു എന്നത് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ്. മക്കളോട് സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ പുലർത്തുന്ന അമിത സ്നേഹവും കരുതലും പലപ്പോഴും ആ കുട്ടികളെ അമൂൽ ബേബികളാക്കി മാറ്റുമെന്നതാണ് സത്യം. അത്തരം പ്രവണത ആ കുട്ടികളുടെ അപ്പോഴത്തെ ജീവിതം മാത്രമല്ല, ഭാവി ജീവിതവും ആകെ താറുമാറാക്കി കളയുമെന്നതാണ് അതിൻ്റെ വലിയ വിപത്ത്. ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കുട്ടി 2ാം ക്ലാസ്സിൽ അഡ്മിഷൻ വാങ്ങുകയുണ്ടായി. ആ പ്രദേശത്തെ സാമാന്യം സമ്പന്നമായ കുടുംബത്തിലെ അംഗം. പൊതുവെ എല്ലാ സൗഭാഗ്യങ്ങളോടു കൂടിയാണ് അമ്മയുടെ അച്ഛനമ്മമാർ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നത്. അവർക്കൊരു മകനും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന മകൻ ആകസ്മികമായി മരണപ്പെടുകയുണ്ടായി. അത് ഇരുവരെയും, പ്രത്യേകിച്ച് അമ്മൂമ്മയെ വല്ലാതെ നിരാശയാക്കുകയും തളർത്തുകയും ചെയ്തിരുന്നു. മകൻ വിവാഹിതനായിരുന്നെങ്കിലും മക്കളില്ലായിരുന്നു. അവരുടെ മകൾക്കാകട്ടെ 2 മക്കളാണുള്ളത്. ആദ്യത്തേത് ആൺകുട്ടിയും രണ്ടാമത്തേത് പെൺകുട്ടിയും. മകൾ അമേരിക്കയിൽ ഡോക്ടറാണ്. മരുമകനും അവിടെ തന്നെ ജോലി ചെയ്യുന്നു. മകൻ്റെ ആകസ്മികമായ മരണം ഗ്രാൻഡ് പാരൻസിലുണ്ടാക്കിയ വലിയ ആഘാതത്തിൽ നിന്നും കുറച്ചെങ്കിലും ആശ്വാസത്തിനായി മകളുടെ മൂത്ത കുട്ടി നാട്ടിൽ അവരുടെ കൂടെയാണ് വളർന്നിരുന്നത്. 2ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുകയുണ്ടായി. ആ കാലം അത്രയും ആ കുട്ടിയെയും അവൻ്റെ അമ്മൂമ്മയെയും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. പേരക്കുട്ടിയെ അമിതമായി സ്നേഹിക്കുകയും അനാവശ്യമായ കരുതലും സംരക്ഷണവും നൽകുകയും ചെയ്തുകൊണ്ട് ഒരു ഓവർ പ്രൊട്ടക്ഷൻ നൽകിയിരുന്നതിനാൽ ഓടാനോ കളിക്കാനോ ഒന്നും തന്നെ ആ കുട്ടിയെ അമ്മൂമ്മ സമ്മതിച്ചിരുന്നില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഉച്ചയ്ക്ക് അമ്മൂമ്മ വന്ന് ചോറുണ്ണാൻ അവനെ സഹായിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ചിലപ്പോൾ വാരി കൊടുക്കുക കൂടി ചെയ്തിരുന്നു. ആ പ്രായത്തിലും അവൻ്റെ ഷൂസിൻ്റെ ലേസ് അഴിയാനിട വന്നാൽ അത് സ്വയം കെട്ടാൻ പോലും അവന് പ്രാപ്തിയില്ലായിരുന്നു. എന്തും ഏതും അമ്മൂമ്മയാണ് ചെയ്തു കൊടുത്തിരുന്നത്. ഇങ്ങനെയൊരു ഓവർ പ്രൊട്ടക്ഷൻ ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്ന വസ്തുത അമ്മൂമ്മയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാനും അധ്യാപകരും മാത്രമല്ല അവരുടെ ഭർത്താവും എത്ര ശ്രമിച്ചിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ഓരോ ദിവസം ചെല്ലും തോറും പേരക്കുട്ടിയോടുള്ള ഒരു ഓവർ പൊസസീവ്നെസ് കൂടിക്കൂടി വരികയും അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മൂമ്മ തന്നെ ചെയ്തു കൊടുക്കുന്ന പ്രവണത കുട്ടിയുടെ ജീവിതത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മൂമ്മയാകട്ടെ അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെ തുടർന്നാൽ തീർച്ചയായും ആ കുട്ടിയുടെ ഭാവി വളരെ സങ്കീർണമായ അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് ബോധ്യമുണ്ടായിരുന്നതിനാൽ ആ കുട്ടിയുടെ അമ്മയോട് കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവരോടൊപ്പം വളരാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് ബോധ്യപ്പെടുത്താൻ പ്രയാസമുണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ അമ്മയ്ക്കും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിരുന്നു. നാട്ടിലെ അമ്മൂമ്മയുടെ സംരക്ഷണത്തിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള പറിച്ചുനടൽ ഏറെ പ്രയാസമുള്ളതായിരുന്നെങ്കിലും മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടതായി വന്നു. ഇവിടെ ആയിരുന്നപ്പോൾ സഹപാഠികളെപ്പോലും ഭയമായിരുന്ന, പഠനത്തിൽ വളരെയധികം പിന്നോക്കമായിരുന്ന, മറ്റുള്ളവരോട് സംസാരിക്കാൻ യാതൊരു കോൺഫിഡൻസും ഇല്ലാതിരുന്ന ആ കുട്ടിയുടെ വളരുന്ന സാഹചര്യം മാറിയപ്പോൾ ഉണ്ടായ വ്യത്യാസം അത്ഭുതാവഹമായിരുന്നു. ആദ്യത്തെ 2 വർഷങ്ങളിൽ ഒരു ട്യൂട്ടറെ വെച്ച് വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചു. പഠനത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അത്യാവശ്യം പുരോഗതി ഉണ്ടായതിനു ശേഷമാണ് സ്കൂളിൽ ചേർത്തതും ഫോർമലായ പഠനം ആരംഭിച്ചതും. 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പോലും പ്രയാസമായിരുന്നു. കാരണം ആക്സൻറ്റും സ്റ്റൈലും ഒക്കെ മാറി തനി അമേരിക്കക്കാരനായി തീർന്നിരുന്നു അതിനോടകം. സർവ്വതിനോടും ഭയമായിരുന്ന അവൻ ഇന്ന് ഒരേ സമയം അമേരിക്കൻ പോലീസിലും പട്ടാളത്തിലും ജോലി ചെയ്യുന്നു. അഡ്വഞ്ചറൈസ് ആയ സ്ഥലങ്ങളിൽ ഏറെ റിസ്ക് നിറഞ്ഞ ജോലികൾ ചെയ്യാൻ അവൻ പ്രാവീണ്യം നേടി എന്ന് മാത്രമല്ല, അത്തരം ജോലികൾ ചെയ്യാൻ അവൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുന്നു. അവൻ്റെ ടാസ്ക് ഫോഴ്സിൻ്റെ ലീഡർ കൂടിയാണ് അവൻ ഇന്ന്. പല പരീക്ഷകളിലും സെലക്ഷൻ മാനദണ്ഡങ്ങളിലും അമേരിക്കക്കാരെ പോലും തോൽപ്പിച്ചുകൊണ്ട് 1ാമത്തെയോ 2ാമത്തെയോ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു. നാട്ടിലായിരുന്നപ്പോൾ യാതൊരു വ്യായാമവും കായിക ഇനങ്ങളിലുള്ള ഭാഗഭാഗിത്വമോ ഇല്ലാതെ ഒരു ഉന്മേഷവും ഇല്ലാതിരുന്ന അവനിന്ന് എതിരാളികളെ നൊടിയിടയിൽ കീഴ്പ്പെടുത്താവുന്ന ആരോഗ്യവും സ്കില്ലും സ്വായത്തമാക്കിയിരിക്കുന്നു. എല്ലാം സാധ്യമായത് വളരുന്ന എൻവയോൺമെൻറ്റിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രം. ഏതൊരു വ്യക്തിയുടെ വളർച്ചയിലും വ്യക്തിത്വ വികാസത്തിലും എൻവയോൺമെൻറ്റിൻ്റെ പ്രസക്തി വളരെ പ്രധാനമാണ്. മാതാപിതാക്കളും ഗ്രാൻഡ് പാരൻസുമൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അമിത വാത്സല്യവും കരുതലുമൊക്കെ കുട്ടികളിൽ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന യാഥാർത്ഥ്യം. ഇന്നത്തെ അണുകുടുംബ സാഹചര്യത്തിൽ മക്കൾക്ക് ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തുന്ന സംസ്കാരം വളരെ കൂടുതലാണ്. തന്മൂലം
അധ്യാപകർ ശാസിക്കുന്നത് പോലും വളരെ ഗൗരവമേറിയ കുറ്റങ്ങളാണെന്ന് ചിന്തിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരമൊരു സംസ്കാരം ഇതിനോടകം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ തൊട്ടാവാടി സ്വഭാവമുള്ളവരായിത്തീരുകയും ചെറിയ വെല്ലുവിളികളെപ്പോലും അഭിമുഖീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന പ്രവണത ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള കഴിവ്, എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള കോൺഫിഡൻസ്, ആവശ്യ നേരങ്ങളിൽ ആരെയും പ്രതിരോധിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിന് ഓവർ പ്രൊട്ടക്ഷൻ ഒഴിവാക്കുകയും ശാസിക്കുവാനോ ആവശ്യമെങ്കിൽ ചെറിയ രീതിയിൽ ശിക്ഷിക്കുവാനോ ഒക്കെയുള്ള അവകാശം അധ്യാപകർക്ക് നൽകുവാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും ചെയ്താൽ കുട്ടികളുടെ നല്ല വളർച്ചയ്ക്ക് അത് ഏറെ സഹായകമാകുമെന്നതാണ് സത്യം. അതിന് മാതാപിതാക്കൾ തന്നെ തയ്യാറാകണം. ഓവർ പ്രൊട്ടക്ഷൻ നിർബന്ധമായും ഒഴിവാക്കുക. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഏതൊരു രക്ഷിതാവും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.